ഏത് നിമിഷം എന്തും സംഭവിക്കാം. പൗഡർ സംഭവമാണിത്. നൈസായിട്ടില്ലേ ചോടാ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമതൊരു പാക്ക്. അപ്പോൾ ഇതെന്തിനാ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളത് അൺബോക്സിങ് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ആയി വന്ന് കിടക്കുന്നു, ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇത്തിരി അധികം ഉണ്ട്. ഇനിയും വരാനുണ്ട് ഒരുപാട് പ്രൊഡക്ട്സ്. പക്ഷെ അത് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെലിവറി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ പ്രൊഡക്ട്സ് വാങ്ങിയതല്ല, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ അതും മെൻഷൻ ചെയ്യണം, എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. കണ്ടൻറ്റ് ആണോ അതോ സ്ലാങ് ആണോ അതോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം ഞാൻ ഏകദേശം 37 വീക്സ് കംപ്ലീറ്റ് ചെയ്തു. 38 വീക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷം എന്തും സംഭവിക്കാം. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഗൈസ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും മെസ്സേജ് ചോദിക്കുകയാണ്, ഒറ്റയ്ക്കാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല, ഞാൻ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്താണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനില്ല, പേടിയിലൊന്നുമില്ല, ചില്ല് വൈബായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബേബിക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കുറച്ചും കൂടെ ഉള്ളൂ ഇനി, ഏകദേശം വരലുണ്ടാവുന്ന ദിവസങ്ങളുള്ളൂ ഇനി ബേബി വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്, എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാവരും എനിക്കും ബേബിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു കുഴപ്പമില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വന്നിട്ടുള്ളത്. കുറച്ചധികമുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട്. കുറച്ച് ബോക്സസ് ഉണ്ട്, കുറച്ച് പാക്കറ്റ്സ് ഉണ്ട്, കുറച്ച് അല്ലറ ചില്ലറ അങ്ങനെയായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം അൺബോക്സ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് തുടങ്ങണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കണേ. ബോക്സ് തുടങ്ങണോ പാക്കറ്റ് തുടങ്ങണോ? ബോക്സ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ബോക്സ് എടുക്കാം. ഇതാണ് ആദ്യത്തെ ബോക്സ്. ഇതിലെന്താണുള്ളത് തുറക്കണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബേബി വൈപ്സ്. അപ്പോൾ ഉണ്ണിയുടെ വൈപ്സാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. രണ്ട് വൈപ്സ് ഉണ്ട്. ഒന്നുമില്ല, 72 വെച്ചിട്ട് 2 വൈപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ വൈപ്സ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഒരു കുട്ടി ബോക്സാണ്. കുട്ടി ബോക്സിൽ എന്താ നോക്കാം അല്ലേ? വേറൊന്നല്ല, സോപ്പാണ് ഗൈസ്. ഉണ്ണിയുടെ സോപ്പാണ് ഇതിൽ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സോപ്പ്, നേരത്തെ കണ്ടോന്നറിയില്ല. വൈപ്സ്, ഇനി അടുത്തത് ഇത് ഇത്തിരി നീണ്ടിട്ടുള്ള ബോക്സാണ്. ഇതിലെന്തിട്ടാണാവോ? ബേബി ലോഷൻ, ഉണ്ണിയുടെ ലോഷൻ. അടുത്തതും ഒരു നീണ്ടിട്ടുള്ള ബോക്സ് തന്നെയാണ്. ഇതിൽ നിന്ന് എന്താണാവോ? പൗഡർ. ഇതിലുള്ളത് ഉണ്ണിയുടെ പൗഡറാണ്. അപ്പോൾ സോപ്പായി, ലോഷനായി, പൗഡറായി. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുള്ളൂ, ഇനിയും കുറച്ചും കൂടി എത്താനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുത്ത ഡെലിവറിയിൽ എത്തുമെന്ന് തോന്നുന്നു. ഇപ്പം ഡെലിവറി ബോയ് കൊണ്ടുവന്നില്ല, ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇതൊരു വലിയ ബോക്സാണ്. ഇത് എൻ്റെ ഡൈപ്പറാണ്, മെറ്റേണിറ്റി ഡൈപ്പർ.
അപ്പം അതൊരു 40 എണ്ണത്തിൻ്റെ പീസുള്ള ഒരു വലിയ മെറ്റേണിറ്റി ഡയപ്പർ. അത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കവറുക. അപ്പം ഈ കവറിൽ എന്താണ് നോക്കാം. ഇത് ഉണ്ണിയുടെ പൊതിയണ തുണിയാൻ തോന്നുന്നുണ്ട്. നോക്കാം. നന്നായിട്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടില്ലേ? യെല്ലോ കളർ. റോസ് കളർ. ബ്ലൂ കളർ. അങ്ങനെ 3 എണ്ണത്തിൻ്റെ പാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഓൺലൈൻ പോയി നേരിട്ട് പോകാണ്ട് ഓൺലൈൻ മേടിച്ചത്. കാരണം ഓൺലൈനിൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ വെറുതെ ഇങ്ങനെ നേരിട്ട് പോയിട്ട് മേടിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാതും ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഉണ്ണീനെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിക്കേണ്ട സംഭവമാണിത്. നൈസായിട്ടുണ്ടല്ലേ? അതൊരു കുട്ടി ബോക്സാണ് ഇത്. ബോക്സ് അല്ല, കുട്ടി പാക്കറ്റ്. ഇതിലെന്താണെന്ന് നോക്കാം. അച്ചോടാ, ഇതുണ്ണിയുടെ മിറ്റൻസ് ആൻഡ് ബൂട്ടീസ്. അതായത് മലയാളത്തിൽ പറഞ്ഞ കൈമയും കാലും ഇടാനുള്ള സോക്സ്. അതാണ് സംഭവം. നല്ല 4 എണ്ണം ഉണ്ട്. ഇത് റോസ് ഉണ്ട്, ഒരു ലൈറ്റ് ഓറഞ്ച്, പിന്നെ ബ്ലൂ. അങ്ങനെ 4 എണ്ണത്തിൻ്റെ പാക്കാണ് ഇതിൽ വരുന്നത്. കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. നമുക്കൊരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം. ചോടാ, എൻ്റെ വിരല് പോലും കവറാവണില്ല. നോക്ക്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഇനി അടുത്ത ബോക്സ്. ഇതിലെന്തായിരിക്കും ഇനി നോക്കാം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ 2ാമതൊരു പാക്ക്. അപ്പോൾ ഇതെന്തിനാ? എന്തെങ്കിലും ആവട്ടെ. ഇത് 3 എണ്ണമുള്ള ഡ്രൈ ഷീറ്റാണ് ഗൈസ്. ഒരു ബ്ലൂ, ഓറഞ്ച്, റോസ്, അങ്ങനെ 3 കളറിലുള്ള ഡ്രൈ ഷീറ്റ്. നമുക്ക് ഇതിൻ്റെ വലിപ്പം നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു വലിയ ബോക്സാണ്. ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ബംടം ഡൈപ്പറാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഉണ്ണിക്ക് 40 എണ്ണത്തിൻ്റെ പീസാണ് വരുന്നത്. അടുത്തതൊരു വലിയ ബോക്സാണ് ഗൈസ്. ഇതിലാണ് എന്താണെന്ന് അറിയാനാണ് ഞാൻ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നത്. ബാ, ഇത്ര വലിപ്പമുണ്ട്. പൊട്ടിക്കണ്ടായി നോക്കാം. ഗൈസ്, ഇത് ഉണ്ണിയുടെ നെറ്റ് ബെഡാ. മോസ്കിറ്റോ നെറ്റ് ബെഡില്ലേ, അതും ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ ബോക്സ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇത് ഉണ്ണിയുടെ സ്ലീപ്പിംഗ് ബാഗാണ്. എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഉണ്ണിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവരും അൺബോക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റ ID ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റയിൽ പേഴ്സണലായി DM ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല യൂട്യൂബിൽ കമൻറ്റ് ഇടാണെങ്കിലും റിപ്ലൈ തരാം. പ്രൊഡക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ലിങ്ക്. അറിയാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ വെച്ചാലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ വന്നിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടി വരാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, എക്സസൈസ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം എനിക്ക് പോരാത്തിന് കോൾഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വന്നിട്ട് വലിച്ചു നീട്ടിട്ടില്ല. അപ്പോൾ ബൈ.